إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله هدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وإن كان ذو عسرة فنظرة إلى ميسرة وأن تصدقوا خير لكم إن كنتم تعلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികൾ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പടച്ച റബ്ബിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യം സ്വന്തം നഫ്സിനോടും പിന്നെ നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ യഥാർത്ഥ മുത്തഖീങ്ങളായി മരണം വരെ ജീവിക്കുവാനുള്ള മഹാ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാം എന്ന മതം സാഹോദര്യത്തിന്റെ മതമാണ്, സ്നേഹ ബന്ധത്തിന്റെ മതമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ നമ്മെ പഠിപ്പിക്കുന്ന മതമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. ഇന്ന അഹബ്ബൽ അഅമാലി ഇലല്ലാഹി ബഅദൽ ഫറായിദി. ഫറളായ ഇസ്ലാമിലെ പ്രവർത്തനങ്ങൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ എന്നുള്ളത് ഇദ്ഖാലു അസ്റൂരി അലൽ മുസ്ലിമി, ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കുക എന്നതാണ്, ഒരു മുസ്ലിമിന് ആശ്വാസം നൽകുക എന്നതാണ്. ഫർളായ കർമ്മങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം എന്നത് അത് നമ്മൾ മുഖേന മറ്റൊരു വ്യക്തി, മറ്റൊരു മുസ്ലിമിന്, മറ്റൊരു സഹോദരന് എളുപ്പമുണ്ടാകുക, അവന്റെ പ്രയാസത്തിൽ നിന്ന് ഒരു സമാധാനം അവന് ലഭിക്കുക, ഒരു സന്തോഷം അവന്റെ ഹൃദയത്തിന് ലഭിക്കുക എന്നതാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസ് നമുക്ക് കാണാം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റജുലൻ ജാഅ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നു. ഫഖാല, എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ജനങ്ങൾ അതാരാണ്? ഒന്നാമത്തെ ചോദ്യം അതാണ്. രണ്ടാമത്തെ ചോദ്യം അദ്ദേഹം ചോദിച്ചത്, വഅയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ റസൂലേ അതേതാണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് പറഞ്ഞു, അഹബ്ബുൻ നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്, ജനങ്ങളിൽ വെച്ച് അല്ലാഹുവിന്റെ അടുക്കൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ ജനങ്ങളിൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ആളുകളാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ. വഅഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, രണ്ടാമത്തെ ചോദ്യം, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം എന്നുള്ളത് സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിമിൻ, ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കുക, അവന്റെ ഹൃദയത്തിന് സന്തോഷമുണ്ടാക്കുക എന്നുള്ളത് അല്ലാഹുവിന് ഏറെ ഇഷ്ടമുള്ള പ്രവർത്തനമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ആ ഹദീസ് നിർത്തുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുകയാണ്. റസൂൽ പറയാണ്, തക്ഷിഫു അൻഹു കുർബ, ഒരു മുസ്ലിമിന്റെ ഒരു പ്രയാസത്തെ മാറ്റിക്കൊടുക്കൽ, അതുപോലെ തന്നെ ഔ തതുറുദു അൻഹു ജൂഅൻ, ഒരു വിശ്വാസിയായ സഹോദരൻ അവന് ഭക്ഷണം കൊടുക്കൽ, വിശന്നിരിക്കുന്ന സമയത്ത് അവന്റെ വിശപ്പ് മാറ്റിക്കൊടുക്കൽ, ഔ തഖ്ളി അൻഹു ദൈനൻ, അല്ലെങ്കിൽ കടബാധ്യതകളാൽ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരു മുസ്ലിമായ നമ്മളുടെ സഹോദരൻ, അവന്റെ തഖ്ളി, ആ ഒരു കടബാധ്യത അവനിൽ നിന്ന് മാറ്റിക്കൊടുക്കൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. വലാ അൻ അംശിയ മഅ അഖിൻ ലീ ഫീ ഹാജത്തിൻ, എനിക്ക് ഈ ഒരു വിഷയത്തിൽ എന്റെ ഒരു സഹോദരനെ സഹായിക്കുന്ന വിഷയത്തിൽ, വലാ അൻ അംശിയ, ഈ പള്ളിയിൽ നിന്ന് ഞാൻ ഇങ്ങനെ നടന്ന് മഅ അഖിൻ ലീ ഫീ ഹാജത്തിൻ, എന്റെ ഒരു സഹോദരനെ സഹായിക്കുന്ന വിഷയത്തിൽ ഞാൻ അവന്റെ കൂടെ നടന്നു പോകുന്നത് അഹബ്ബു ഇലയ്യ, എനിക്കിഷ്ടമാണ്, മിൻ അൻ ഇഅ്തികഫ ഫീ ഹാദൽ മസ്ജിദ്, ഈ പള്ളിയിൽ ഒരു മാസക്കാലം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്റെ ഒരു സഹോദരനെ സഹായിക്കുന്നതാണ്, അവന്റെ കൂടെ നടക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. യഅനി മസ്ജിദൽ മദീന എന്ന് പറഞ്ഞാൽ മദീനത്തെ പള്ളി, മദീന മസ്ജിദുൻ നബവിയാണ്. ശുഹ്റൻ, ഒരു മാസക്കാലം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്റെ ഒരു സഹോദരന് വേണ്ടി, അവന്റെ ആവശ്യത്തിന് വേണ്ടി അവന്റെ കൂടെ പോകലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരുപാട് പാഠങ്ങൾ ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടതുണ്ട്. ഒന്നാമത്തേത് ഇദ്ഖാലു അസ്സുറൂർ, നമ്മൾ മുഖേന മറ്റൊരു സഹോദരന്റെ ഹൃദയത്തിന് സന്തോഷം നിറക്കുക എന്നുള്ളതാണ്. എത്രയോ സഹോദരന്മാരാണ് പ്രയാസങ്ങളിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ആളുകൾ, അവർക്ക് ആശ്വാസം നൽകുക എന്നുള്ളത് വലിയ ഇബാദത്താണ് ഇസ്ലാമിൽ. അവരുടെ സങ്കടങ്ങൾ മാറ്റി നൽകുക, അവരുടെ മനസ്സിലുള്ള ഭാരം അത് കുറച്ചു കൊടുക്കുക, അവരുടെ പ്രയാസങ്ങൾ, അത് യഥാർത്ഥത്തിൽ പണം കൊണ്ട് മാത്രമല്ല നമുക്ക് ഒരു മനുഷ്യന്റെ പ്രയാസം മാറ്റുവാൻ സാധിക്കുക, മറിച്ച് നന്മ കൊണ്ട് നമുക്ക് സാധിക്കും. ഒരു പുഞ്ചിരി അതിന് കാരണമാകും. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, സൂറത്തുർ റഹ്മാൻ, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, മറ്റുള്ള നന്മ എന്ന് പറയുന്നത് അത് നന്മക്ക് പകരമാണ്. അപ്പൊ നന്മ ചെയ്തുകൊണ്ട് മുന്നേറുവാൻ, മരുഭൂമിയിലൂടെ മണലാരങ്ങളിലൂടെ ആ വെയിലത്ത് സഞ്ചരിക്കുന്ന ഒരു മനുഷ്യന് പെട്ടെന്ന് തണലുള്ള ഒരു മരം ലഭിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം ആ മനുഷ്യന് അതൊരാശ്വാസമായിരിക്കും. അതുപോലെയാണ് പ്രയാസങ്ങളിൽ മുങ്ങിക്കുളിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി നാം ഒന്ന് ആത്മാർത്ഥമായി ആ സഹോദരന് വേണ്ടി നമ്മളൊന്ന് മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ അതവനൊരു ആശ്വാസമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും സ്വതക്കയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അതൊക്കെ നിയ്യത്ത് അത് പടച്ച റബ്ബിന്റെ വജ്ഹായിരിക്കണം.
മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പഠിപ്പിക്കുന്ന നമുക്ക് കാണാം, ഇന്നല്ലാഹ തആല കരീമുൻ, അല്ലാഹു കരീമാണ്, യുഹിബ്ബുൽ കറമ, അതുപോലെ തന്നെ അല്ലാഹു കറമ ഇഷ്ടപ്പെടുന്നു. വമൻ റഹിമ ഇബാദഹു റഹിമഹുല്ലാഹ്, അല്ലാഹുവിന്റെ ഒരു അടിമയോട് ആരാണോ കരുണ കാണിക്കുന്നത്, റഹിമഹുല്ലാഹ്, ആ അടിമയോട് അല്ലാഹുവും കരുണ കാണിക്കും. വമൻ അദ്ഖല السرور على قلب غيره أدخل الله السرور على قلبه في الدنيا والآخرة. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് ഒരു മുസ്ലിമായ അല്ലാഹുവിന്റെ അടിമയായ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ആരാണോ സന്തോഷം നിറക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നാളെ പരലോകത്തും ഈ ദുനിയാവിലും അത്തരത്തിലുള്ള ആളുകളുടെ ഹൃദയത്തിൽ അല്ലാഹു സന്തോഷം കൊണ്ട് നിറക്കുമെന്നാണ്. നമ്മൾ മുഖേന ഒരു സഹോദരന്റെ ഹൃദയം സന്തോഷിക്കുവാൻ കാരണമായി കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, ഈ ദുനിയാവിലും നാളെ പരലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്തോഷിപ്പിച്ച വ്യക്തിയുടെ ഹൃദയത്തിൽ അല്ലാഹു സന്തോഷം നിറക്കും എന്നാണ്. മഹാനായ യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാം, ലിയകുൻ ഹദ്ദുൽ മുഅ്മിനി മിൻക സലാസത്തുൻ, ഒരു വിശ്വാസിയോട് നാം കാണിക്കേണ്ട, നാം പുലർത്തേണ്ട 3 കാര്യങ്ങളുണ്ട്. എന്താണ്? ഒന്നാമത്തേത്, ഇല്ലം തൻഫഉഹു ഫലാ തദുർറുഹു, അവന് സഹായിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരിക്കലും ഒരു വിശ്വാസിയെ പ്രയാസപ്പെടുത്തരുത്. വ ഇല്ലം തുഫ്രിഹുഹു, ഒരു വിശ്വാസിയെ സന്തോഷിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിലും ഒരിക്കലും അവനെ ദുഃഖിപ്പിക്കരുത്. വ ഇല്ലം തംദഹുഹു, ഒരു വിശ്വാസിയെ മദ്ഹ് പറയുവാൻ, പുകഴ്ത്തുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ പോലും ഒരിക്കലും ആ വിശ്വാസിയെ നമ്മൾ ഇകഴ്ത്തരുത്. ഈ 3 കാര്യങ്ങൾ പറഞ്ഞത് നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വിശ്വാസിയെ സന്തോഷിപ്പിച്ചിട്ടില്ല എങ്കിൽ പോലും ഒരിക്കലും അവരെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകളുടെ, വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ സന്തോഷം നിറക്കുവാൻ, നമ്മൾ മുഖേന സന്തോഷമുണ്ടാകുവാൻ നമുക്കാകണം. എന്താണ് അതിനുള്ള വഴികൾ? ഒന്നാമത്തേത് നമ്മളെ പഠിപ്പിക്കുന്നത് സലഫുകൾ, ഒന്നാമത്തേത് തഖ്ദീറാണ്, അംഗീകരിക്കലാണ്. ഒരാൾ ഒരു നല്ല പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അവനോടത് പറയുവാൻ, നീ ചെയ്തത് നല്ലതാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അത് ആ മനുഷ്യന് വല്ലാത്ത കുളിർമയാണ്. കൗൺസിലിംഗ് സൈക്കോളജിയിലൊക്കെ ഇപ്പൊ സാധാരണ പറയാറുണ്ട്, ഇണകൾ തമ്മിൽ ഒരു ഇണ എന്തെങ്കിലും നല്ലത് ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് നീ ചെയ്തത് നല്ലതാണ് എന്ന് പറഞ്ഞാൽ ആ വല്ലാത്ത ഒരു സന്തോഷമാകും അവർക്കിടയിൽ എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ സഹോദരന്മാർ തമ്മിൽ, മുസ്ലിമീങ്ങൾ തമ്മിൽ ചെയ്തത് നല്ലതാണോ, നല്ല പ്രവൃത്തിയാണോ, നമ്മൾ അറിഞ്ഞതാണോ, അതിനെ പുകഴ്ത്തുവാൻ, ആ ഒരു അംഗീകാരം കൊടുക്കുവാൻ, അത് അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, ഹദിയകൾ പരസ്പരം നമ്മൾ കൈമാറണം. ഹദിയകൾ നമ്മൾ കൈമാറണം, സമ്മാനങ്ങൾ നമ്മൾ കൈമാറണം. കാരണം അതുമൂലം സ്നേഹബന്ധം വർദ്ധിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ സലാം, അത് പറയണം. അഫ്ഷു അസ്സലാം, നിങ്ങൾ സലാം വർദ്ധിപ്പിച്ചുകൊള്ളുക. കാരണം സലാം മുഖേന ഇസ്ലാമിലുള്ള മുസ്ലിമീങ്ങളുടെ സഹോദരന്മാർക്കിടയിൽ അവരുടെ ഹൃദയബന്ധങ്ങൾ അടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വിഷമങ്ങളിൽ കൂടെ ഉണ്ടാകണം നമ്മൾ. വിശ്വാസികൾ ഒരു ശരീരം പോലെയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഒരു സഹോദരന്റെ വിഷമത്തിൽ നമ്മളുടെ ഒരു വാക്ക് അവന്റെ സമാധാനത്തിന് കാരണമാകണം. നമ്മളുടെ ഒരു പ്രവൃത്തി, നമ്മളുടെ ഒരു നോട്ടം, നമ്മളുടെ ഒരു പുഞ്ചിരിയെങ്കിലും നമ്മളുടെ സഹോദരന്റെ ഒരു സമാധാനത്തിന് കാരണമാകാൻ സാധിച്ചാൽ അത് മുഖേന പടച്ച റബ്ബിന്റെ കാരുണ്യം നേടിയെടുക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കുമെന്നാണ്. രണ്ടാമത്തത് ഹദീസിൽ നമ്മളെ പഠിപ്പിക്കുന്നത് തക്ഷിഫു അൻഹു ഖുർബ, പ്രയാസമകറ്റുക എന്നുള്ളതാണ്. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ഒരുപാട് പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുപാടുമുണ്ട്, കുടുംബങ്ങളിലുണ്ട്, നമ്മളുടെ സഹോദരന്മാർക്കിടയിലുണ്ട്, കൂട്ടുകാർക്കിടയിലുണ്ട്. അവർക്കൊക്കെ നമ്മൾ മുഖേന ആ പ്രയാസത്തിന് ഒരു ഇറക്കി വെക്കൽ, ഒരാശ്വാസം ലഭിച്ചു കഴിഞ്ഞാൽ അത് മുഖേന നമുക്ക് ലഭിക്കുന്നത് വലിയ പ്രതിഫലമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്,
മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുർബത്തി ദുനിയ, ആരാണോ ഈ ദുനിയാവിൽ ഒരു വിശ്വാസിയുടെ ഒരു മനുഷ്യന്റെ പ്രയാസം അത് മാറ്റിക്കൊടുക്കുന്നത്, നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുർബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ, വിചാരണ നാളിൽ, ആ ഭയാനകമായ ദിവസം ആ മനുഷ്യന്റെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുക്കുമെന്നാണ്. നമ്മൾ മുഖേന ഒരു വ്യക്തിക്ക് ഒരു പ്രയാസം മാറിയാൽ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മളുടെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രയാസങ്ങൾ ഉള്ളവരെ നമ്മൾ അന്വേഷിച്ചറിയണം. അവർക്ക് വേണ്ടി നമുക്ക് എന്താണ് ചെയ്യുവാൻ സാധിക്കുക എന്ന് നമ്മൾ ആലോചിക്കണം. പല പ്രയാസങ്ങളും അതിൽ നമ്മൾ ഇടപെടാൻ സാധിക്കുന്നത്, ഇടപെട്ടുകൊണ്ട് ആ പ്രയാസങ്ങൾ പരിഹരിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അത് നമ്മൾ ചെയ്യുവാൻ തയ്യാറാകണം. അതുപോലെ തന്നെ ശാരീരികമായ സഹായങ്ങൾ അതൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ ഒരു വിഷയം ആ ഹദീസിൽ പറയുന്നത് തഖ്ളി അൻഹു ദൈനൻ, കടം അത് വീട്ടിക്കൊടുക്കുക എന്നതാണ്. എത്രയോ ആളുകളാണ് പ്രിയമുള്ളവരെ കടബാധ്യതകളാൽ ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകൾ. അവരുടെയൊക്കെ ഒരു കടം നമ്മൾ മാറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ പുതിയ ഒരു ജീവിതം അവർക്ക് അവരുടെ ഈ ദുനിയാവിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന നമുക്ക് കാണാം, ഖാല റഹിമല്ലാഹു റജുലൻ സമഹൻ ഇദാ ബാഅ വഇദാ ഇശ്തറ വഇദാ ഖതല. കച്ചവടത്തിൽ വിൽക്കലും വാങ്ങലും അതിൽ ധനം കിട്ടുന്ന വിഷയത്തിൽ ഒരൽപ്പം സമാധാനം കാണിക്കുന്ന ആളുകൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ്. തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് സൂറത്തുൽ ബഖറയുടെ 280-ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നേരിട്ട് പറയാണ്, വഇൻ കാന ദൂ ഉസ്റതിൻ ഫനദിറതുൻ ഇലാ മൈസറ. നമ്മൾ കടം കൊടുത്ത വ്യക്തിക്ക് ഒരു പ്രയാസം നമ്മൾ കാണുകയാണെങ്കിൽ, അവന്റെ ജീവിതത്തിൽ ഒരു പ്രയാസം നമ്മൾ കാണുകയാണെങ്കിൽ, വഅൻ തസദ്ദഖു ഖൈറൻ ലക്കും, നിങ്ങൾ അങ്ങനെ കാണുകയാണെങ്കിൽ അവന്റെ പ്രയാസം തീരുന്ന നാളേക്കും ആ കടത്ത് നിങ്ങൾ നീട്ടിക്കൊടുക്കുക. വഅൻ തസദ്ദഖു ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഉത്തമം. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസ് നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ അറാദ അൻ തുസ്തജാബ ദുആഅഹു, ആരാണോ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ആരാണോ, അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വഅൻ തുക്ഷഫ ഖുർബതഹു, മറ്റൊരു സഹോദരന്റെ പ്രയാസം നിങ്ങൾ നീക്കി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അല്ലാഹു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. അതല്ല എങ്കിൽ ഫൽയുഫരിഖു അൻ മുഅസിരി, മറ്റൊരു സഹോദരന്റെ പ്രയാസം അത് മാറ്റിക്കൊടുക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഏറെ നേട്ടങ്ങളാണ് ഇതിലൂടെ നമുക്ക് കിട്ടുവാനുള്ളത്. മഹാനായ സ്വഹാബി അബൂ ഖതാദ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്ക് കാണാം. അദ്ദേഹം ഒരു മനുഷ്യന് കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നാളുകൾ കഴിഞ്ഞു, കടം തിരിച്ച് ലഭിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹം ആ മനുഷ്യന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലാണ്. കടം ആ കിട്ടാനുള്ള ധനം ചോദിച്ചുകൊണ്ട് ചെല്ലാണ്. ത്വലബ വരീമൻ ലഹു ഫതവാറ അൻഹു തുമ്മ വജദഹു ഫഖാല. അപ്പോ ആ മനുഷ്യന്റെ വീട്ടിലേക്ക് ഇമാം ഖതാദ റളിയല്ലാഹു അൻഹു അദ്ദേഹം ചെന്നപ്പോ, അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ചെന്നപ്പോ അവിടെ വെച്ച് അദ്ദേഹം കാണുന്നത് ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒളിച്ചിരിക്കുകയാണ്. കാരണം തിരിച്ചു നൽകാൻ കയ്യിൽ പൈസ ഇല്ല. അങ്ങനെ അല്പനേരം ഒളിച്ചിരുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പുറത്തു വന്നു, അദ്ദേഹത്തെ കാണുകയുണ്ടായി. ഫഖാല ഇന്നി മുഅസിറുൻ യാ അബാ ഖതാദ, അല്ലയോ അബാ ഖതാദ, എനിക്ക് പ്രയാസത്തിലാണ്, ഞാൻ പ്രയാസത്തിലാണ്, എനിക്കിപ്പോ കടം നൽകാൻ ഞാൻ പ്രയാസത്തിലാണ് എന്ന് അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിനോട് ആ മനുഷ്യൻ പറയാണ്. അപ്പൊ അദ്ദേഹം കരഞ്ഞുകൊണ്ട് ചോദിക്കാണ്, ഫഖാല അല്ലാഹി, നീ പറഞ്ഞത് അല്ലാഹുവാണ് സത്യം, നീ പറഞ്ഞത് സത്യമാണോ?
അപ്പൊ മനുഷ്യൻ പറഞ്ഞു അതെ അബൂ ഖതാദ, ഞാനീ പറഞ്ഞത് അല്ലാഹുവാണ് സത്യം, എന്റെ കയ്യിൽ താങ്കൾക്ക് നൽകുവാനുള്ള ധനമില്ല, ഞാൻ പ്രയാസത്തിലാണ്. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു അദ്ദേഹം കരയുവാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു ഫഖാല, അങ്ങനെയാണെങ്കിൽ ഫഇന്നി സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, ഞാൻ റസൂലുള്ളാഹി പറഞ്ഞത് കേട്ടിട്ടുണ്ട്, മൻ സർറഹു അൻ യുൻജിയഹു അല്ലാഹു മിൻ ഖുറബി യൗമിൽ ഖിയാമ, ഈ ദുനിയാവിൽ വെച്ച് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ പ്രയാസം, കടം, അതിനൊരു ഇളവ് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ കൊടുത്തു കഴിഞ്ഞാൽ, നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് എന്റെ പ്രയാസം, ആ മനുഷ്യന്റെ പ്രയാസം അല്ലാഹു മാറ്റിക്കൊടുക്കും എന്ന ഹദീസ് പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് താങ്കൾ ആ കടമിന് എനിക്ക് തിരിച്ചു നൽകേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് തിരിച്ച് അബൂ ഖതാദ റളിയല്ലാഹു അൻഹു തിരിച്ച് നടന്നു പോവുകയാണ്. വല്ലാത്ത ചരിത്രമാണ്. നമുക്ക് മുൻഗാമികളിൽ നിന്ന് കിട്ടേണ്ട പാഠങ്ങൾ. നമുക്കൊക്കെ ആ ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടെങ്കിൽ ഏറ്റവും പ്രതിഫലം നൽകപ്പെടുന്നത് ആ ഒരു മനുഷ്യൻ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു കടം അത് എഴുതിത്തള്ളലാണ്. ഇനി അതല്ല, അതിന് നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അതിനൊരു ഇളവ്, കുറച്ച് ഒരു ആശ്വാസം അദ്ദേഹത്തിന് നൽകുക, ഒരു സാവകാശം അദ്ദേഹത്തിന് നൽകുക. ഇതൊക്കെയാണ് പ്രിയമുള്ളവരെ നമുക്ക് ചെയ്യുവാനുള്ളത് ആ വിഷയത്തിൽ. അങ്ങനെ മുന്നേറുവാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ നാലാമതായിക്കൊണ്ട് ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് തതുറുദു അൻഹു ജൂഅൻ, ഒരു വിശ്വാസിയായ മനുഷ്യന്റെ വിശപ്പകറ്റുക എന്നതാണ്. ഖുർആനിന്റെ ആയത്തുകളൊക്കെ നമുക്ക് കാണാം. വയുതഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ, ഭക്ഷണം നൽകുക എന്നുള്ളത് അത് മനുഷ്യത്വത്തിന്റെ വല്ലാത്ത വലിയ അടയാളമാണ്. ഖുർആൻ ഒരുപാട് ഇടങ്ങളിൽ നമ്മൾ അത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാം, ലൈസൽ മുഅ്മിനു അല്ലദീ യശ്ബഉ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി, തന്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോ വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നവൻ അവൻ മുസ്ലിമല്ല, അവൻ വിശ്വാസിയല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരുപാട് ചരിത്രങ്ങൾ ആ വിഷയത്തിൽ, മുൻഗാമികളുടെ ചരിത്രങ്ങളൊക്കെ നമുക്ക് കാണാം. മഹാനായ അലി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹ, അവരുടെ വീട്ടിലേക്ക് ഒരു ദരിദ്രനായ മനുഷ്യൻ കടന്നു വരാണ്. അവർക്ക് കഴിക്കുവാനുള്ള ഭക്ഷണം തന്നെ വളരെ കുറവാണ്. അവർ പട്ടിണി കിടന്നുകൊണ്ട് ആ ദരിദ്രനായ മനുഷ്യന് വേണ്ടി ആ ഭക്ഷണം അവർ നൽകുകയാണ്. എന്താണ് അതിന്റെ ഉദ്ദേശം? അതിന്റെ ഉദ്ദേശം ഈ ഹദീസാണ്. ആ മനുഷ്യന്റെ പ്രയാസം ഞാൻ മാറ്റിക്കൊടുത്താൽ നാളെ പരലോകത്ത് എന്റെ പ്രയാസം അല്ലാഹു മാറ്റി നൽകുമെന്നാണ്. മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹുവിന്റെ ചരിത്രം നമുക്ക് കാണാം. മദീനയിലേക്ക് ഒരു മനുഷ്യൻ വന്നപ്പോ, അദ്ദേഹം ഒരു അതിഥിയാണ്, അദ്ദേഹത്തിൽ വിശപ്പുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സഹാബികൾക്കിടയിൽ ആരാണ് ഇന്നത്തെ ഈ ദിവസം ഇദ്ദേഹത്തെ ഒരു അതിഥിയായി സ്വീകരിക്കാൻ സാധിക്കുക? അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു കൈ ഉയർത്തി, റസൂലുള്ളാഹ്, ഇദ്ദേഹത്തെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അദ്ദേഹത്തിന്റെ വീട്ടിൽ മക്കൾക്ക് ഭക്ഷിക്കുവാനുള്ള ഭക്ഷണം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അബൂ ത്വൽഹ ഓടി വീട്ടിലേക്ക് കയറി അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞു, മക്കളെ എത്രയും പെട്ടെന്ന് ഉറക്കണം. അങ്ങനെ നേരത്തെ കിടത്തി ഉറക്കി. അങ്ങനെ 3 പാത്രങ്ങൾ എടുത്തു, ഒരു വിളക്ക് കത്തിച്ചു. ആ അതിഥിയുടെ പ്ലേറ്റിൽ, ആ പാത്രത്തിൽ ഭക്ഷണം അദ്ദേഹം ഇട്ടതിന് ശേഷം ആ വിളക്ക് അത് കെടുത്തി കളഞ്ഞു. കാരണം ഈ അബൂ ത്വൽഹയുടെ പാത്രത്തിൽ ഭക്ഷണമില്ല, അത് അതിഥി കാണരുത്. വല്ലാത്ത ചരിത്രങ്ങളാണ് മുൻഗാമികളുടെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. അതുപോലെ തന്നെ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രം, ഒരുപാട് ധനമാണ് ഇസ്ലാമിന് വേണ്ടി അദ്ദേഹം ചെലവഴിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ ഉമ്മ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ, മഹദിയുടെ ചരിത്രം നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. സ്വന്തം കൈകൊണ്ട് പണിയെടുക്കുകയും എന്നിട്ട് ആ പണിയെടുത്ത് കിട്ടുന്ന മുഴുവൻ കൂലിയും അതൊക്കെ ദരിദ്രർക്ക് വേണ്ടി സ്വതക്ക ചെയ്ത് മുന്നോട്ടു പോകുന്ന ഒരവസ്ഥയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ നമ്മളുടെ ഉമ്മ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്ന സമയത്ത് റസൂൽ പറഞ്ഞത്, എന്റെ മരണത്തിന് ശേഷം
ഏറ്റവും ആദ്യം എന്റെ അടുക്കലേക്ക് വന്നു ചേരുക എന്റെ ഭാര്യമാർക്കിടയിൽ കൈകൾക്ക് നീളമുള്ളവൾക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ആ സമയത്ത് റസൂലിന്റെ മരണശേഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറ്റു ഭാര്യമാർ അവരുടെ കൈയൊക്കെ ഇങ്ങനെ വെച്ചു നോക്കി, ആർക്കാണ് നീളം കൂടുതൽ. അടുത്തത് ഇനി വഫാത്തായി പ്രവാചകന്റെ അടുക്കലേക്ക് പോകുന്ന ആ ഭാഗ്യമാർക്ക്. അപ്പൊ കൈകളൊക്കെ വെച്ചു നോക്കുമ്പോ മറ്റു പല ഭാര്യമാർക്കും അവർക്ക് കൈയിന് നീളമുണ്ട്, വിരലിന് നീളം കൂടുതലുണ്ട്. പക്ഷേ റസൂലിന് ശേഷം ആദ്യം മരണപ്പെട്ടത് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയാണ്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് കൈയിന്റെ നീളം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് അത് ഈ കൈയിന്റെ നീളമല്ല, മറിച്ച് ഏറ്റവും കൂടുതൽ ദാനശീലയായ എന്റെ ഭാര്യയാണ് എന്ന് അപ്പോഴാണ് അവർ തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിലൊക്കെ അത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു രൂപത്തിൽ മുന്നോട്ട് പോകുവാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നാം പറഞ്ഞ ആ തുടക്കത്തിൽ പറഞ്ഞ ഹദീസ്, പ്രയാസമുള്ള ആളുകൾക്ക് അവരുടെ പ്രയാസം മാറ്റിക്കൊടുത്താൽ നാളെ പരലോകത്ത് നമ്മളുടെ പ്രയാസം അല്ലാഹു മാറ്റി നൽകും. മറ്റുള്ള ആളുകളുടെ പ്രയാസം അത് നമ്മളുടെ ഒരു പുഞ്ചിരി മതിയാകും ഒരുപക്ഷെ അവർക്കൊരു ആശ്വാസം നൽകുവാൻ. നമ്മളുടെ ഒരു വാക്ക് മതിയാകും ഒരു രോഗിക്ക് വല്ലാത്ത ഒരു തണുപ്പ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തോന്നുവാൻ. കാരണവന്മാരായ ഒരുപാട് ആളുകൾ അവരുടെ കൂടെ ഒരല്പനേരം ഒന്നിരുന്ന് സംസാരിക്കുന്നതായിരിക്കാം ഒരുപാട് ആശ്വാസം അവർക്കുണ്ടാകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഒരു രൂപത്തിൽ സാഹോദര്യ ബന്ധം, സ്നേഹബന്ധം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ആ മാർഗനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് നാളെ പരലോകത്ത് അതാണ് എനിക്ക് ഏറ്റവും ഖൈർ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. നമുക്കൊക്കെ ഏറ്റവും നല്ല മരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ അവരുടെ ഖബർ ജീവിതം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളും ഒരു ദിവസം ആ പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിൽ ആരോരുമില്ലാതെ ഒറ്റക്ക് കിടക്കേണ്ട ആളുകളാണ്. നമ്മളുടെയും ബർസഖ് ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മളുടെ മാതാപിതാക്കൾ, അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ജീവിച്ചിരിപ്പുള്ള നമ്മളുടെ മാതാപിതാക്കൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ്സും സമാധാനവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രയാസങ്ങളാൽ ഒരുപാട് മാനസികമായും ശാരീരികമായും കടബാധ്യതകളാലും ഒക്കെ എന്ത് തീരുമാനം ഞാൻ ഇനി എടുക്കണം എന്നൊക്കെ ടെൻഷൻ അടിക്കുന്ന, ബുദ്ധിമുട്ടുന്ന, മാനസികമായി ശാരീരികമായി ഒക്കെ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ, അവരുടെ ഒക്കെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയ ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ എന്താണോ ആവശ്യങ്ങൾ അത് ഏറ്റവും ഖൈറായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا أجرنا من النار ربنا أجرنا من النار ربنا أجرنا وأجر والدينا من النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب اغفر لي ولوالدي ولمن دخل بيتي مؤمنا وللمؤمنين والمؤمنات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد والحمد لله رب العالمين.
അല്ലാഹ്